ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. പ്രാഥമിക അന്വേഷണത്തിന് അത്തരം ഒരു അപേക്ഷ സ്വീകരിക്കാൻ പറ്റിയ സ്ഥലത്തല്ല ഇത്തരം നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. അതിന്റെ ആന്തരികമായ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോവാതെ തന്നെ അത്തരമൊരു സ്ഥലത്ത് ഒരു രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിനും ഒരു രീതിയിലേക്കുള്ളതും പടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടോ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലമാണുള്ളത് കൊണ്ട് അത്തരമൊരു അതിഥിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഭരണസമിതിക്ക് ശേഷം ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാത്രം കൊടുക്കേണ്ടതെന്നാൽ പഞ്ചായത്ത് കൊടുക്കേണ്ട ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സാങ്കേതികമായ ഇതുകളൊക്കെ വേണ്ടതുണ്ട്. പക്ഷെ ആ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഏതിലാണ് അവിടെ സ്ഥാപിച്ചത് എന്നത് കൃത്യമായ ഒരു പരിശോധന കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത് പലതവണ അപേക്ഷ നൽകിയപ്പോഴൊക്കെ നിരസിച്ചു എന്നാണോ മനസ്സിലാവേണ്ടത്? ഇതുവരെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയമേ ഏതെങ്കിലും ഒരു സ്വാഭാവികമായിട്ടുള്ള ഞാനും ആ പ്രദേശത്തുള്ള ഒരു ജനപ്രതിനിധിയാണ്. തൊട്ടടുത്ത വാർഡിൽ നിന്നാണ് വിജയിച്ചതെങ്കിലും ഞാൻ കൂടി താമസിക്കുന്നതിന് ഏകദേശം ഒരു 500-600 മീറ്റർ അല്ലെങ്കിൽ ഏകദേശം കിലോമീറ്റർ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരു രീതിയിൽ പോലും ആ പ്രദേശത്തുനിന്ന് ആളുകൾ പോലും ഈ രീതിയിലേക്ക് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ശ്രദ്ധയിൽപ്പെടുത്തോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഈ സംഭവം അറിയുന്നത് ഇതിന് ശേഷമാണ് നമ്മളെപ്പോലുള്ള ആളുകൾ സംഭവം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വലിയ ഒരു കൂടുതൽ എല്ലാ തലത്തിലുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂ. ഈ വീട്ടിൽ എത്ര ആളുകളാണ് താമസിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നതാണോ? ഇത് ഇന്നലെ 2 പേരാണ് മരണപ്പെട്ടത്. 3 പേര് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ചികിത്സ അതിൽ വലിയ പരിക്കുകളായിട്ട് കാണപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ 5 പേരാണ്. അതിന് പുറത്തേക്കുള്ള ആളുകളുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ദുരൂഹത. 1-2 പേര് ഇന്നലെയാണ് താമസത്തിലേക്ക് ഒരു പ്രായമായ ഒരു അമ്മയും അച്ഛനും കഴിഞ്ഞ ദിവസമാണ് അവിടേക്ക് താമസിക്കാൻ വന്നെന്ന രീതിയിലേക്ക് ഒക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് പനോലകളൊക്കെ തന്നെ വലിയ തയ്യാറെടുപ്പ്, വലിയ രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പനോലകളും ബന്ധപ്പെട്ട സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളും ഒക്കെ തന്നെ അവിടെ പുറമെ തന്നെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ ഏതൊക്കെയോ ഒരു ഉപദേശം എന്തുകൊണ്ട് അതിനൊരു നിശബ്ദത ഉണ്ടായി എന്നുള്ളതും വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതാണ്, ഇതൊരു ജനവാസ മേഖലയാണ്. അപ്പോൾ അവിടുത്തെ പരിസരത്തുള്ള ആളുകൾക്ക് ഇത് അറിയാതിരിക്കും എന്ന് പറയാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? ബുദ്ധിമുട്ട് എന്തെങ്കിലും രീതിയിലേക്കുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ആളുകൾക്ക് എന്തും എവിടെയും ഏത് രീതിയിലേക്കും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതുവഴി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇതിപ്പോ 2 വ്യക്തികൾക്ക് മാത്രമായി ചുരുങ്ങി. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടാകാൻ സ്വാഭാവികമായി പടകം തന്നെയാണ് നിർമ്മിച്ചത് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുപോലെ തന്നെ ഒരു വിഷു അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇതിന്റെയൊക്കെ മറവില് മറ്റെന്തെങ്കിലും രീതിയിലേക്കുള്ള ഉഗ്രസ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന നാളല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമഗ്രമായ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.